അല്ലെങ്കിൽ ദൈവത്തിന് നടക്കും വീണെന്ന്. പക്ഷെ എന്താ, ചില കുറവുകൾ ഉണ്ടെന്ന്. പക്ഷെ ആ കുറവോടുകൂടി നീ മണ്ണിലേക്ക് അടക്കപ്പെടത്തില്ല. ആ കുറവോടുകൂടി നീ മണ്ണിലേക്ക് അടക്കപ്പെടത്തില്ല. ഒരു അരിമനാഥന്റെ അല്ലെങ്കിൽ സ്നാനം യോർദാനിൽ നടത്തണമെങ്കിൽ നിന്റെ മകന്റെ കരം വേണം. നിന്റെ മകന്റെ കരം വേണം. അതിനുവേണ്ടി ചില വാഗ്ദത്തങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ ചില പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ ചില കണ്ണുകളെ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനക്കാരി പോകുന്നു. ഹല്ലേലൂയ. ചിലരുടെ വാക്കാം അല്ലെ, ഇത് പ്രാർത്ഥനക്കാരി പോകുന്നു. ഇപ്പൊ ചിലരൊന്നും ഇവിടെ ഇപ്പൊ തോന്നുന്നില്ല. ഇപ്പൊ കുറെ നമ്മുടെ ബന്ധക്കോസിന്റെ അനുഭവത്തിൽ നിൽക്കുന്ന, നമ്മുടെ കേരളത്തിലെ സംസ്കാരത്തിലൊക്കെ നിൽക്കുന്ന നമ്മുടെ ബന്ധക്കോസ് ദൈവമക്കളെ കണ്ട ഇത് നമ്മളോടൊക്കെ ഉണ്ട്. ഇവിടെ മുതൽ 5 എണ്ണമൊക്കെയാണ് കുത്തിയേക്കുന്നത്. ഇവിടെ മുതൽ 5 എണ്ണം, ഇവിടെ 5 എണ്ണം. ഞാനിങ്ങനെ ആൾക്ക് ദൈവമേ ഹല്ലേലൂയ. ഇവിടെ ചെവി കിട്ടുവായിരുന്നുണ്ടെങ്കിൽ ചായ ഇടാൻ എളുപ്പമായിരുന്നല്ലോ. കമ്മലില്ലാത്ത ചെവി കിട്ടുവാൻ, കാരണം മൊത്തം തുറച്ചു വെച്ചിരിക്കുക, അരിപ്പ പോലെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ സ്വതം അതുപോലെ ആക്കി വെച്ചിരിക്കുക. എന്നിട്ട് പറയുന്നത് മോഡേൺ ന്യൂ ജനറേഷൻ. കാലെ വാരി സ്തോത്രം ചെയ്ത് അടി കൊടുക്കും. ഇതിന്റെ മാസം ഇങ്ങനെ പറഞ്ഞതുപോലെ അതെ ഹല്ലേലൂയ. ഇതിനൊരു പത്യോപദേശമുണ്ട്. ഇതിനുവേണ്ടി ത്യാഗം ചെയ്ത ഒത്തിരി അഭിഷിക്തന്മാരുണ്ട്. ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അല്ലേ ദൈവദാസനെ, ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലെന്നേ. ഞങ്ങളുടെ അമ്മാമ്മമാരും അതിലെ സ്വതം ഞങ്ങളെ അതിന്റെ ദൈവമക്കളും ഞങ്ങളുടെ ദൈവ കുഞ്ഞുങ്ങളും വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വന്ന് ഇതൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലെന്നേ. അല്ലെങ്കിൽ നീ അതിന്റെ സ്വതം ഭീമാരി പോയോ, അല്ലെങ്കിൽ സ്വതം അതിനേക്കാളും വലിയെടുത്ത് പോയി ഞങ്ങൾ മേടിച്ചോണ്ട് വരും. അല്ലെങ്കിൽ സ്വതം വേണയിടാം. പക്ഷെ അതിനേക്കാളും വലുതാ ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയും ചട്ടവും. അതുകൊണ്ടാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് ഊരിത്തിരിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ സ്വതം ഈ എളിയ വസ്ത്രമൊക്കെ ധരിച്ചോണ്ട് തലയിൽ കുറിച്ചിട്ടുണ്ട് ഈ ദൈവമക്കൾ നടന്നുകൊണ്ട് കാണുമ്പോൾ പറയുന്നതിന് പ്രാർത്ഥനക്കാരി പോകുന്നു. മറ്റേ കണ്ടാൽ പറയത്തില്ല പ്രാർത്ഥനക്കാരി പോകുന്നു പറയത്തില്ല, അല്ലെങ്കിൽ കിടന്ന പോക്ക് കണ്ട കെട്ടി പോകുന്നത് പോലൊക്കെ. പക്ഷെ ഇപ്പോഴും അഭിഷേകമുള്ള വേർപാട് വിശുദ്ധി ആചരിക്കുന്ന ദൈവജനത്തിന്റെ പോക്ക് കണ്ടാൽ പറയും പ്രാർത്ഥനക്കാരി പോകുമെന്ന് പറയും. അതേമേ ഞാൻ പ്രാർത്ഥനക്കാരിയോ, കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. അവൻ ഇന്നും എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നുണ്ട്. ആ ദൈവം എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് അവൻ ഒരു നാളും ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ കണ്ണുകൾ അടഞ്ഞു പോകാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. സമ്മതിക്കത്തില്ല എന്റെ ആവശ്യത്തിനെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ അരിമനാഥനെ കാൽവരി കുലക്കളത്തിൽ നമുക്ക് വേണ്ടി ക്രൂസിൽ യാഗമായി തീരുവാൻ തക്കവേണ്ടോ 6 മതകോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും യാതൊരു കുറ്റവും കണ്ടെത്താത്തവന് ഹല്ലേലൂയ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നതിന് മുമ്പായി നമുക്കറിയാലോ അല്ലെ ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുൾക്കിരീടമെടുത്ത് തലയിലേക്കാണ്. ആ മുൾക്കിരീടത്തിന്റെ അല്ലെങ്കിൽ ഓരോ മുള്ളിന്റെയും അല്ലെങ്കിൽ സ്വന്തം വലിപ്പം അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാർ ചരിത്രകാരന്മാർ പറയുന്നു 1.5 ഇഞ്ച് മുതൽ 2.5 ഇഞ്ച് വരെ നീളമുള്ള മുള്ളാണ് ഈ മുള്ള്. അല്ലെങ്കിൽ നിഗൂഢ വിഭാഗത്തിൽപ്പെടുന്ന വിഷമുള്ള ആ ഒരു മുള്ള് കൊണ്ടൊരു കിരീടമുണ്ടാക്കിയിട്ട് തലയിലേക്ക് വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചെന്നാ പറയുന്നത്. ആ കോലുകൊണ്ടുള്ള അടിച്ച അടിയിൽ ഒരു മുള്ള തന്റെ കണ്ണിലെ കൃഷ്ണമണിയേക്ക് തുറച്ചു കയറിയെന്ന് ദൈവത്തിന് അല്ലെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അല്ലേ ഒരിക്കൽ ആ കണ്ണ് അല്ലെങ്കിൽ സ്വന്തം ഈ വിഷമുള്ളിനാൽ തറയ്ക്കപ്പെട്ട് ഒന്ന് ചലിക്കാൻ പോലും മേലാതെ, കണ്ണിലെ കൃഷ്ണമണി പോലും ഒന്ന് ചലിപ്പിക്കാൻ പോലും മേലാതെ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി സഹനം സഹിച്ച് ആ കാൽവരിയുടെ കൊലക്കളത്ത് 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ടവരായ കണ്ണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അടയപ്പെടാതെ അല്ലെങ്കിൽ ചലിക്കപ്പെടാതെ കിടന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, അത് എന്റെയും നിന്റെയും അല്ലെങ്കിൽ കണ്ണുകളെ പ്രകാശിപ്പിക്കാൻ ഏറ്റെടുത്തു. നിന്റെ ഫലമുള്ള കണ്ണുകളെ പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. വാറ്റിൽ നിന്നുള്ള യാത്ര പുറപ്പെടുമ്പോൾ ഒറ്റ തീരുമാനമുള്ള ദൈവദാസനെ, എന്റെ കണ്ണുകൾ ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. നല്ലത് കാണാൻ, നല്ലത് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല വഴിയെ നടക്കാൻ, അല്ലെങ്കിൽ തീയതിനെ നോക്കാനല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനേ പണ്ടൊക്കെ എന്റെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ വിശ്വാസത്തിലൊക്കെ വന്നിട്ടേ ഈ പോലെ നിൽക്കുമ്പോ അപ്പൊ ഇപ്പൊ തീ അല്ലേ ചോദിക്കും. ഇപ്പൊ അതിന് കൂടുതലാണ് ഞാൻ ഹല്ലേലൂയ കഥാസ്ഥാനത്ത് എന്റെ ഒരു സിനിമാ പോസ്റ്റ് അഥവാ അവകാശം അവൻ നോക്കിയാ പറഞ്ഞു ഇന്നിരുന്ന് ക്ഷമയോയില്ല. എന്റെ മണ്ണ് അറിയാതെ അത് നോക്കിപ്പോയി അല്ലെങ്കിൽ എന്നറിയാമോ ഒരിക്കൽ ഈ കണ്ണൊന്ന് പ്രകാശിപ്പിച്ചു ദൈവം ഈ സത്യം അറിയാതെ കാലഘട്ടം
ഈ സത്യത്തെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത കാലഘട്ടത്തിൽ ഹല്ലേലൂയ നിങ്ങൾ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഈ മാവേലിക്കര KSRTC ബസ് സ്റ്റാൻഡിന് അവിടെ നിന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഓലകെട്ടി അമ്പലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ മാതൃക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതായത് അങ്ങനെയാണ് അതിലെ ആ പോസ്റ്റ് ഓഫീസിൽ കഴിഞ്ഞ ചന്ത കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു GP ചിട്ടി ഫണ്ടുണ്ട്. അറിയാവുന്നവരുണ്ട്. അതിന് തൊട്ടപ്പുറത്തിരിക്കുന്ന വീടുകളെല്ലാം എന്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിമാരുടെയും എന്റെ അമ്മയുടെ തറവാടാണ്. ചുമ്മാ കൂട്ടിയിട്ടിട്ട് പോയിരിക്കും. ഇപ്പൊ ആരുമില്ല. ഞാൻ അവിടെ കൊണ്ട് ഒത്തിരുന്നാളാണ്. അതിന്റെ പേര് താമസത്തിന് വന്ന ഞങ്ങളുടെ തറവാടിന്. അതിനുശേഷം ഇതൊരു ബോട്ട് പോലുമില്ല. അപ്പോൾ ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള ഒരു കുടുംബത്തിൽ എന്റെ മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട് വളർന്ന എനിക്ക് ഹല്ലേലൂയ എന്റെ പാലമണിലെ വീട്ടിൽ ഹല്ലേലൂയ സ്തോത്രം പഴയ വീട്ടിൽ ദേവസ്വനെ അന്നത്തെ കാലത്ത് അവിടെ തണുപ്പ് കൂടുതലായിട്ട് കരിക്കല്ല് കൊണ്ടാണ് കെട്ടുന്നത്. കുമ്മായ ഭിത്തിയാണ്. ജനല് വെച്ച് കഴിഞ്ഞാൽ ഭിത്തിക്ക് കരിക്കലിന്റെ കെട്ടായതുകൊണ്ട് ഭിത്തിക്ക് വീതിയുണ്ട്. അതിന്റെ മൂലയ്ക്ക് അല്ലെങ്കിൽ ഒരു കറുത്ത പൈലിട്ട് ഒരു ചുമല കളറിലെ പുസ്തകം അവിടെ ഈ ജലദീപനെയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. സ്തോത്രം. ഇതാണ് എല്ലാത്തിന്റെ ഉറവിടമെന്ന് എനിക്കറിയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ അപ്പനും അമ്മയ്ക്ക് ഇതിന് എന്തെങ്കിലും ബോധം ഉണ്ടായി വേണ്ട എനിക്ക് മനസ്സിലാകും. ഇടയ്ക്ക് ഏലപ്പാറയിൽ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു വിടും. ഞാൻ നേരെ ഏലപ്പാറ പള്ളിയിൽ ചിലപ്പം പോകും. അവിടെ ഞങ്ങൾ ഈ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഇതായതുകൊണ്ട് നിന്ന് നമ്മുടെ മുമ്പിന്റെ അടപ്പളം അറിയാലോ. കാലിലെ കുർബാനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നിപ്പും എടുത്തിട്ട് അല്ലെങ്കിൽ പല പ്രാവശ്യം ഏലപ്പാറ ചെന്നിട്ട് പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞ വ്യാജന നേരെ അപ്പുറത്തെ സുന്ദരൻ തിയേറ്ററിൽ കയറി പടയപ്പായും അല്ലെങ്കിൽ മന്ദേട്ട പാലിക്കാരനും അവിടെ തമിഴ് ഏരിയ കൂടുതലായിട്ട് പഴയ പല തമിഴ് സിനിമയൊക്കെ ഒത്തിരി വരുന്നത്. അതുമൊക്കെ കണ്ട് സിനിമയൊക്കെ കണ്ട് പള്ളിയിൽ പോയെന്ന് പറഞ്ഞ് തിരിച്ചു വരും. അല്ലെങ്കിൽ അവിടെ പോയി എന്തിനാ നിൽക്കുന്ന ഇവിടെ നല്ല ഒന്നാമത്തെ സിനിമ കൊണ്ടായി കയറി ചാരിയിരിക്കുന്ന സീറ്റി അങ്ങനെ ബെഞ്ചുമൊക്കെ ഉണ്ട്. കാശ് കുറവാണെങ്കിൽ ഏറ്റവും മുന്നിൽ ബെഞ്ചേ പോയിരിക്കും. അപ്പൊ അതൊക്കെ കണ്ടിട്ട് പതിന്റെ പള്ളിയിൽ പോയെന്ന് പറഞ്ഞ് തിരിച്ചു വരും. ഈ പള്ളിയെക്കുറിച്ചോ ഈ പുസ്തകത്തെക്കുറിച്ചോ യാതൊരു അവബോധവും എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ഈ ബന്ധക്കോസുകാരെ കാണും. അന്നേരം ഞങ്ങളുടെ നാട്ടിൽ ഈ ബന്ധക്കോസുകാരുണ്ട്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഈ ചെണ്ടകൊട്ടിയുള്ള പരിപാടി, ഈ ഡ്രം അടിച്ച് ഡ്രം അടിച്ച് പരിപാടി. ഹല്ലേലൂയ സ്തോത്രം. ഞാനിത് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ ഡ്രം അടിച്ചുള്ള ഈ പാട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഈ ഡ്രം അടിച്ചുള്ള പാട്ട് കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇവരുടെ പെണ്ണുങ്ങളും ഹല്ലേലൂയ എന്റെ മുന്നേ ഇങ്ങനെ ചമ്പളം കൂട്ടി ഇതുപോലെ കഥാരന്മാരെ ഇരിക്കുന്നത് ഹല്ലേലൂയ പിന്നെ പറന്ന് ഇങ്ങനെ കിടന്നുകൊണ്ട് എന്നിട്ട് ഇവർ കലപില എന്ന് പറഞ്ഞിട്ട് ഓരോ പരിപാടിയെ കൊണ്ട് തുടങ്ങും. ഇവർ തുടങ്ങിയാൽ പിന്നെ ഇവർക്ക് നിർത്തുമോ? പിന്നെ ഇവരുടെ പാട്ട് ഏതാ ഈ കലപില ഏതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഈ വിവാഹത്തെ വെറുപ്പായി. എന്റെ കൂട്ടത്തിൽ ഈനോസ്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അനാഥാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെന്തക്കോസുകാരൻ കരുതുണ്ടായിരുന്നു. അവനെ കാണുമ്പോ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന രാജൻ സാറ്, ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഹെഡ്മാസ്റ്റർ രാജൻ സാറ് അവനെ കാണുമ്പോഴേ പറയും മാസയോഗം വരുന്നുണ്ടെന്ന്. പെന്തക്കോസുകാരുടെ ഓരോ പേര് മാസയോഗം അല്ലേ പാലറ്റിപ്പിള്ളി എന്നൊക്കെ പേര് കേട്ടണോ? കപ്പയും മീനും തിന്നുന്ന നമ്മൾ കപ്പയും മീനും തിന്നും, ഇനിയും തിന്നും. ഉച്ചയ്ക്ക് കപ്പയും മീനും വെച്ചോ വലിയ ഉപവാസമായതൊന്നും വേണം. അല്ലെങ്കിൽ നമ്മൾ ഇനിയും കഴിക്കും. എന്നിട്ട് അല്ലേലിയ പറയും. എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ട്രാക്ടർ കൊണ്ടൊക്കെ പറഞ്ഞത് കപ്പയും മീനും തിന്നണം, പെന്തക്കോസും ചേർന്ന് അതറാം. ഇത് ചേർന്ന് കപ്പയും മീനും തിന്നുകൊണ്ടാണ് ഇന്ന് ഈ പുസ്തകമായിട്ട് നിൽക്കാൻ ദൈവം ആക്കിയിട്ടുണ്ട്. അല്ലേലിയ. അപ്പൊ ഞാൻ പറയട്ടെ, ഇവരെ കാണുമ്പോൾ എനിക്ക് അറവറും ഭയങ്കര ഒരു വെറുപ്പിന്റെ ഒരു അനുഭവമായിരുന്നു ഈ പെന്തക്കോസിൽ. ഈ രായൻ സാറ് പറഞ്ഞു അല്ലെങ്കിൽ ഇതേ വാസയോഗം വരുന്നുണ്ട്. ഇന്ന് രായൻ സാറ് കോട്ടയത്തെ GPM-ന്റെ വലിയ ആരാധനക്കാരനാണ്. മനസ്സിലായോ? വലിയ അറിവുള്ള രാഷ്ട്രീയ നേതാവായിരുന്ന രാജൻ സാറ് നമ്മളൊന്ന് ചെന്നാൽ മതി, തുടങ്ങുമ്പോൾ മുതലേ അന്യഭാഷ. യോഗം തുടങ്ങുന്ന അതിന് മുന്നേ മുതലേ പുള്ളി ഭയങ്കര അന്യഭാഷ. പുള്ളിയുടെ അന്യഭാഷ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് പുള്ളിയുടെ ഒരു കൂട്ടായ്മയ്ക്ക് ചെന്നു. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോ വീടിന്റെ കയറിത്താമസം, അവരുടെ വീടിന്റെ കയറിത്താമസം പ്രാർത്ഥിച്ച് നമ്മുടെ മൂപ്പന്മാർ വന്ന് അനുഗ്രഹിച്ച് തുടങ്ങാൻ വേണ്ടിയാ പോയത്. അപ്പൊ നമുക്കൊന്നും ചാൻസ് ഇല്ല, അവരവർ തന്നെ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ സ്വന്തം അവര് തന്നെ കേടായിട്ട് പ്രാർത്ഥിച്ചോളാം പറയും. നമ്മൾ ഉപദേശിമാരെ കണ്ടാൽ അവർക്ക് അത്ര അങ്ങനെയില്ല. അപ്പം എന്നാണെങ്കിലും കൊള്ളാം, അവരെനിക്ക് അവസരം തന്നാലും കൊള്ളാം, തന്നില്ലേലും കൊള്ളാം. പക്ഷെ എനിക്കൊരു കാര്യം സന്തോഷമായി. വർഷങ്ങൾക്ക് മുമ്പ് 1994 മാസയോഗമേ എന്ന് നീരസൂട്ടിയെ വിളിച്ച ആ ഉറക്കം നീട്ടി വിളിച്ച അതേ നാമുകൊണ്ട് ശിവന ജഗന ശബ്ദന മാരക ആലയസത അന്യഭാഷ പറയുന്ന രാജൻ സാറിനെ ഞാൻ കണ്ടപ്പോൾ തൊട്ടപ്പുറത്തിരുന്നുകൊണ്ട് ശ്രദ്ധന ജാനക രന്തുര വലമാന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാൻ ഒരു അവസരം ദൈവം തന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം ഈ കാലഘട്ടത്തിലൊന്നും അല്ലെങ്കിൽ എനിക്ക് ഈ ബന്ധക്കോസാരെ ഇഷ്ടമല്ല.
ഞാൻ ഈ ഏലപ്പാറയിലെ ഭാരത് പേഴ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവര് പെന്തക്കോസുകാരാണ്. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവിടെ ആരാധന നടക്കുമ്പോൾ ആ കരുകേൽ ഇരുന്നുണ്ട്. പെന്തക്കോസുകാർ അന്യഭാഷ പറയുന്ന ആ വാക്കിനനുസരിച്ച് പാകൊണ്ടാ പറയുന്നത് പാതുകൊണ്ട് തെറി വിളിക്കും, താകൊണ്ടാ പറയുന്നത് താകൊണ്ട് തെറി വിളിക്കും, മാകൊണ്ടാണെങ്കിൽ മാകൊണ്ട്. മലയാള അക്ഷരത്തിൽ ഏതൊക്കെ വേണമുണ്ടോ അതുകൊണ്ട് ഏതൊക്കെ തെറിയേ വീട്ടിൽ അതേ ദൈവങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. മാസങ്ങൾ പ്രസംഗിക്കാൻ ദൈവം ഇടവരുത്തുന്നുണ്ട്. ആരെങ്കിലും പരിശുദ്ധാത്മാവിന് എതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴകാൽ മുടക്കി ദൈവത്തിന്റെ സന്നിധി മനഃപൂർവ്വമായി ക്ഷമായാചന അർപ്പിച്ചോ, അല്ലേലും കുഴപ്പമില്ല, ഇനി ക്ഷമിച്ചില്ലേലും കുഴപ്പമില്ല, ഇതിനെ അടിച്ച് മടക്കി കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ കൊണ്ടുവന്നിട്ട് അവരുടെ നടുവിൽ തന്നെ നിർത്തി ഈ പുസ്തകം എടുക്കാൻ മതിയായ ദൈവത്തെ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ഇവരെ ഒരു താല്പര്യമില്ലായിരുന്നു, ഇഷ്ടമില്ലാത്തൊരു കൂട്ടനാണ്. 10ാം ക്ലാസ്സിന്റെ പരീക്ഷ വന്ന മാസമേ ഞാൻ പെട്ടെന്ന് അതിന്റെ സമയത്തോട് പോയി. നിങ്ങൾക്ക് മടുപ്പായോ? ഇല്ല. സന്തോഷമല്ലേ? അത്ര ദൂരം വന്നല്ലേ അവർ കുറച്ച് വന്നേ അല്ലെ? അനുഭവമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകട്ടെ. ഹല്ലേലൂയ. അത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 10ാം ക്ലാസ്സിന്റെ പരീക്ഷ വന്ന ദൈവദാസനെ, ഞങ്ങളുടെ സ്കൂളിൽ 45 പേരുണ്ട്, 5 പേര് ജയിക്കും. അത് ഉറപ്പാ. 5 പേര് ജയിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ. ഷാലു ജയിക്കും, ബിനു ജയിക്കും, നിസാർ ജയിക്കും, യേശു ജയിക്കും. അപ്പൊ ബിനു ജയിക്കുമ്പോഴെന്നെ 5 പേരായി. 10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്ത് എനിക്കറിയാം എന്റെ അപ്പൻ അന്നത്തെ കാലത്ത് എന്നെ അടിക്കുന്നത്. നിങ്ങൾക്ക് അടി മേടിച്ചവർ എത്ര പേരുണ്ട്? 50 പേരുണ്ട്. ആ പ്രായമായവരെ കൈവക്കിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ആരും കൈവക്കിട്ടില്ല. കാരണം അടിക്കത്തില്ലല്ലോ. അപ്പൊ പിള്ളേരെ ബേബി ബേബി അങ്ങനെ പോകരുത് ബേബി, നമ്മുടെ ബേബി നല്ല അടി കൊടുത്ത് മദ്യബോധനം കൊടുത്ത് വളർത്തണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ അപ്പൻ അതെങ്ങനെയോ വായിച്ചിട്ടുണ്ടായിരിക്കും ബൈബിളിൽ. പുള്ളിയാണെങ്കിൽ ഇച്ചിരി കടന്ന് വായിച്ചെന്നാ തോന്നുന്നത്. ഞങ്ങൾക്ക് 10-25 പശുക്കളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതിനെ ഇങ്ങനെ അഴിച്ചുവിടുക ദൈവദാസനെ. അവിടെ മലകൾ